നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ അഹങ്കാരം ഞാൻ തീർക്കൊടി. നിന്റെ അഹങ്കാരം ഞാൻ തീർക്കോടി. എന്താ സാർ ഇത്? ഞാൻ എന്ത് തെറ്റാ സാറേ ചെയ്തേ? നിന്റെ അഹങ്കാരം തീർത്ത് തരും ഞാൻ. ഗൗതം അവൾ ഉപദ്രവിക്കുകയാണ്, നിധി കരയുകയാണ്. നല്ലോണം കരയട്ടെ. അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായത്. ഞാനേ ലോയറെ ഒന്ന് വിളിക്കട്ടെ. ഡിവോഴ്സിന്റെ ജോയിന്റ് പെറ്റീഷനും ഗൗതമിനും എനിക്കുള്ള മുൻകൂർ ജാമ്യം റെഡിയാക്കണം. കരയാതെ പാർവതി. നീ എന്താ വിചാരിച്ചത്? ഞാൻ വെറും ഉണ്ടാക്കനാണെന്നാണോ? അയ്യോ അല്ല സാർ, തല്ലല്ലേ സാർ, തല്ലല്ലേ. ഞാൻ പാവമല്ലേ സാർ? അയ്യോ, പെണ്ണുങ്ങളെ തല്ലുന്നത് മഹാപാപമല്ലേ സാർ? നീ ഒരു പെണ്ണാണോ? രാക്ഷസിയല്ലേ? രാക്ഷസിമാരെ ഭഗവാന്മാര് വരെ ശപിച്ചിട്ടുണ്ട്. അയ്യോ സാർ, തല്ലല്ലേ സാർ. ഓക്കെ ഓക്കെ, ജോയിന്റ് പെറ്റീഷൻ തയ്യാറാക്കിയിട്ട് എനിക്ക് അയക്കേ. എന്നിട്ട് കറക്ഷൻസ് പറയാം. ആ ബെയിലിന്റെ കാര്യവും മറക്കണ്ട. ഓക്കെ? എന്നെ അടിക്കല്ലേ സാർ, എന്നെ തല്ലല്ലേ സാർ, എന്നെ അടിക്കല്ലേ സാർ. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ. ഞാൻ ഇറങ്ങി വല്ല വഴിക്ക് പോവും. പാർവതി പറയുന്നു കേക്ക്. ഏട്ടനെന്തിനു നിൽക്കുന്നത്? ഭാര്യയുടെ പിന്നാലെ ചെന്ന് ആശ്വസിപ്പിക്ക്. വസു, നിധി പൊയ്ക്കോളാന്ന് പറഞ്ഞതല്ലേ? പിന്നാലെ ചെന്ന് അവളെ ഗൗതം ഉപദ്രവിക്കുന്നത് തടയേണ്ടതായിരുന്നു. ഞാൻ എന്തിനാ തടയുന്നേ? എനിക്ക് വേണ്ടി കൂടിയാ അവൻ അവൾക്കിട്ട് പൊട്ടിക്കുന്നത്. അയ്യോ എന്നെ എറിയല്ലേ സാറേ, അയ്യോ എന്നെ എറിയല്ലേ, അയ്യോ സാറേ സാറേ, അയ്യോ 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 സാറേ വേണ്ട. നിന്റെ തോന്നിയാസന് ഇതൊന്നും കിട്ടിയ പോരടി. അയ്യോ എന്റെ തലമുടിന്ന് വിട് സാറേ, അയ്യോ എന്റെ തലേന്ന് വിട് സാറേ, അയ്യോ ഭിത്തിയിലിടിക്കല്ലേ സാറേ, അയ്യോ സാറേ, അയ്യോ സാറേ എന്റെ തല. നിന്റെ തലേന്ന് ഭിത്തിയിൽ തല്ലി പൊട്ടിക്കും ഞാൻ. എന്റെ അടുത്താണോ നിന്റെ അഹങ്കാരം പറഞ്ഞത്? സാറേ എന്നെ അടിക്കല്ലേ സാറേ, പ്ലീസ് അടിക്കല്ലേ. ഇപ്പോ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ആന്റി. ഗൗതം നിധിയെ കൊന്നു കാണോ? വസു, ഇത് കുഴപ്പാവും. ഒരു കുഴപ്പമില്ല. ഏട്ടൻ ചെല്ലാൻ നോക്ക്. ഏട്ടത്തി ചിലപ്പോഴേ ഈ വീട് വിട്ട് പോയിട്ടുണ്ടാവും. ചെന്ന് തടയ്. പാർവതി ആന്റിക്ക് കടുങ്കയൊന്നും ചെയ്യാൻ തോന്നല്ലേ എന്റെ ഈശ്വരന്മാരെ. എടി, നീ പറഞ്ഞതുപോലെ ഇപ്പൊ കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്തായിരിക്കും നടന്നത്? നമ്മൾ തമ്മിൽ മുട്ട വഴക്കാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. എന്റെ അഭിനയം അത്ര നാച്ചുറൽ ആയിരുന്നു. പക്ഷെ നീ ഇത്തിരി ഓവർ ആയില്ലേ എന്നൊരു സംശയം. പിന്നെ ഇയാള് വലിയ ഓസ്കാർ കിട്ടിയ ഒരു ആക്ടർ. എന്റെ സാറേ, സാറിന്റെ പല എക്സ്പ്രഷൻസും പാളി. ഡയലോഗ് ഡെലിവറി ഒട്ടും ശരിയായില്ല. ആക്ടിങ് ഒരു കലയാണ്. അതെ, ഉള്ളിന്ന് വരണം. ഇത്രയൊക്കെ മതി. നമ്മൾ പിരിയുകയാണെന്ന് അമ്മ വിശ്വസിച്ചല്ലോ. അതാണ് പ്രധാനം. മുഖം എന്താ വാടിയത്? അമ്മ നമ്മളെ അമ്മ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഓർക്കുമ്പോ വലിയ സങ്കടമുണ്ട്. പാവം തനിച്ചിരുന്ന് കരയായിരിക്കും. പാറുവിനോട് ഞാൻ എല്ലാം പറഞ്ഞോളാം. ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടട്ടെ. അഭിനയാണെങ്കിലും സാറിനെ പിരിയുന്നതിനെ കുറിച്ച് ഓർക്കാൻ കൂടി വയ്യ. നിന്നെ പിരിയാൻ എനിക്കും തീരെ മനസ്സില്ല. പക്ഷേ ഇത് നമ്മുടെ ഭാവി ജീവിതത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് കരുതിയാൽ മതി. എങ്കിൽ റെഡി ആയിക്കോ. മിന്നും വിൺതിങ്കൾ വെൺതൂവലായി എൻ മനം മെല്ലെ തലോടുന്നുവോ. സിന്ദൂരമേന്തുന്ന സായന്തനം വിടവാങ്ങിയിടവേ പൊൻതാരകപ്പന്തലിൻ കീഴിലായി പ്രിയമോദാമോ. ആമ്പലേ നീലാമ്പലേ അരിയനില പോകുമൊരന അതിലോലം പുണർന്നു പൊഴിഞ്ഞു.
മഞ്ഞോ തീയോ എന്തോ നീ കണ്ണാൽ പറയണ മറുമൊഴി സുഖം തരും ശരങ്ങളായി നിൻ പുഞ്ചിരി നെഞ്ചിൽ പടരണ മഞ്ഞോ തീയോ എന്തോ നീ കണ്ണാൽ പറയണ മറുമൊഴി സുഖം തരും ശരങ്ങളായി സാർ താഴേക്ക് വരണ്ട. സാറിനെ കണ്ട ചിലപ്പോൾ അഭിനയാണെന്നൊക്കെ ഞാൻ മറന്നുപോകും. പിന്നെ പോവാൻ വീട്ടിൽ ചെന്ന ഉടനെ വിളിക്കണം. അതെന്നോട് പ്രത്യേകം പറയണോ? ചന്ദ്രകാന്റിക്ക് സുഖമാകുമ്പോഴേക്കും നിന്റെ പരിശുദ്ധി ഞാൻ തെളിയിച്ചിരിക്കും. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്തിരിക്കും. അതിനുവേണ്ടി കൂടുതൽ റിസ്ക് ഒന്നും എടുക്കരുത്. മിഥുൻ അപകടകാരിയാണെന്ന് ഞാൻ സാറിനോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, പക്ഷേ ഞാനും അപകടകാരിയാണ്. അവനേക്കാൾ ഡേഞ്ചർ. എന്നെ അപകടപ്പെടുത്തിയതും വീണ്ടും ആക്രമിച്ചതൊക്കെ ഞാൻ പൊറുക്കും. പക്ഷെ എന്റെ പെണ്ണിന്റെ പരിശുദ്ധിക്ക് നേരെ തിരിഞ്ഞ നിമിഷം മുതൽ അവന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. നീ പോയിക്കോ. എല്ലാവരുടെ മുമ്പിൽ ഒരു റൗണ്ട് പെർഫോമൻസോടെ നടത്ത്. ചെല്ല്.